ഇരിക്കണം. നിങ്ങൾ ഈ തെരുവിന്റെ മകനല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കിരിക്കാം. പക്ഷെ ഞങ്ങൾക്കിരിക്കാൻ പറ്റില്ല. മണ്ടൻ, ഞാൻ കൊന്നത് കോഴിയല്ല, ലോക്കിത് നഗറിന്റെ പ്രധാന 3 തലകളാണ് ഞാൻ അറുത്തത്. കുറച്ചൊക്കെ മര്യാദയാവാം. ബഹുമാനമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കടോ. തന്നെ കൊണ്ടിപ്പോ എന്നെ ഇവിടുന്ന് പുറത്തേക്ക് വെട്ടാൻ പറ്റുമോ ഇല്ലയോ? നീ എന്നെ അന്വേഷിച്ച് വന്നില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ തേടി വന്ന് ഞാൻ എന്തുമാത്രം വലിയവനാണെന്ന് നിന്നെ കാണിച്ചു തരും. ശരി, ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. എല്ലാവരും ഇരിക്കേ. സമയം കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിന്നെ എനിക്ക് ശരിക്കും അങ്ങ് ബോധിച്ചു. നീ ഇരിക്കുന്നത് ആൽമരത്തിന് താഴെയാ, അതിലാലോചിക്കാൻ ഒന്നുമില്ല മണ്ട. നിനക്കെന്താ വേണ്ടേ? ലോക്കി നഗർന്ന സാമ്രാജ്യം. ദിയാൻബറി. പാരമ്പര്യമനുസരിച്ച് വർഷങ്ങളായി ഈ ദിയാൻബറിക്കാണ് ലോക്കി നഗർ സ്വന്തമായിട്ടുള്ളത്. പക്ഷേ ഇത് രാഷ്ട്രീയപരമായ നീക്കമല്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മ രാജാവിൻ്റെയും രാജകുമാരൻ്റെയും ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. റാണൻ, ആ കഥകളിലെല്ലാം വീണ്ടും 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 ചെകുത്താൻ എന്നൊരു കഥാപാത്രം കടന്നു വരും. എല്ലാവരും തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് പറയുന്ന ആ ചെകുത്താനെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോഴുള്ള പാർട്ടിയുടെ ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയാണ് ഞാനെന്ന കാര്യം നീ മറക്കണ്ട. റൂളിംഗ് പാർട്ടിയുടെ പ്രതിനിധിയായാലും ശരി, ഓപ്പോസിറ്റ് പാർട്ടിയുടേതായാലും ശരി, എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. എന്താടാ, നിനക്ക് ഭ്രാന്താണോ? ഞങ്ങളുടെ ഈ ഏരിയയിൽ ഇത്രത്തോളം ശക്തരായ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്? പറയേ. അവനെ അങ്ങ് വിട്ടേക്കെ. ചെയിന്റെ ബലം കൂടുകയല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ല. അതാണ് ഈ റൂളിംഗ് പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത്. വെറുതെ ടെൻഷൻ ആവണ്ട, ശാന്തമാകൂ, ശാന്തമാകൂ. നമുക്കിടയിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതൊരു സാമൂഹിക നിലപാടാണ്. ഇവിടെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. മര്യാദയ്ക്ക് നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നല്ലത്. നിനക്കുള്ള ബാക്കപ്പ് ഞാൻ തരാം. ഞാനിവിടെ ആരുടെയും അടിമയല്ല. ഈ നാടിന്റെ രാജാവാകാനാണ് ഞാൻ വന്നത്. ഇന്ന് ചൂട് കുറച്ച് കൂടുതലാണ്. ഈ ചൂട് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചേ മതിയാകൂ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇതാരും നിന്റെ വൈഫാണോ?
ലവറാണോ? നിനക്ക് ഇവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നീ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. പറഞ്ഞാ മനസ്സിലായോ? ഞാൻ ആരാന്ന് നിനക്കറിയോ? അയ്യോ എന്നോട് ക്ഷമിക്കണം സാർ. നിങ്ങൾ ആരാണെന്ന് അറിയില്ല. ആരാണെന്ന് പറയോ? നീ ആരുടെ മേത്താ കൈവച്ചെന്നറിയോ? ഞാൻ കമ്മീഷണർ ആളാ. എന്റെ പേര് സത്യം. ഓ, ബസ്സിലുള്ള പെമ്പിള്ളാർ മേത്ത് കൈവെക്കാൻ നിങ്ങളുടെ കമ്മീഷണർ എന്താ പറഞ്ഞു തന്നോ? നീ വളരെ ഓവറായിട്ടാ സംസാരിക്കുന്നത് കേട്ടോ. കൊല്ലുകയാ വേണ്ടത്. ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം. നിനക്ക് പോലീസിനെ പിടിപ്പിക്കാൻ വേണ്ടത്. നീ നിന്റെ ജീവിതത്തിൽ മറക്കത്തോളം ഞാൻ ചെയ്യും. നോക്കിക്കോ, നീ മറക്കത്തില്ല എന്നെ. നിന്നെ ഇനി ഈ വഴിക്ക് അങ്ങനെ കണ്ടാലുണ്ടോ? പോവാനാ പറഞ്ഞേ. നീ നോക്കിക്കോ. ഇതിനു വേണ്ടിയാണ് ഓരോരുത്തന്മാർ ബസ് കയറുന്നത്. ഇത്രയും ധൈര്യമുള്ള പെണ്ണോ? ഇവളാണ് കൊള്ളാലോ. ഗുലാബ് റൂപാലി. റൂപാലി ഗുലാബ്. ഗുലാബ് റൂപാലി. റൂപാലി ഗുലാബ്. പേര് മിക്സ് ചെയ്തിട്ട് പോലും അങ്ങ് മിക്സ് ആവുന്നില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. ആരാ അയാള്? എവിടുന്നാ വന്നേ? ലഖിനഗർ വേണമെന്നാണല്ലോ അവൻ പറയുന്നേ. ഇത് വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഈ പ്രശ്നം ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന രൂപാലി. ഇപ്പൊ മുതൽ ഞാനത് കൂടുതൽ സീരിയസ് ആയി എടുക്കും. മുഖ്താറിൽ നിന്ന് വന്ന ഒരുത്തനാണോ ലഖിനഗർ വേണമെന്ന് ചോദിക്കുന്നേ? അവൻ അവിടെ എന്തോന്നാ കണ്ടിരിക്കുന്നേ? 2 അടി പുറകോട്ട് പോകുന്നതിന് പകരം 4 അടി മുന്നോട്ട് പോകാം. 2 അടി പുറകോട്ട് പോയിട്ട് 4 അടി മുന്നോട്ട് വന്നാ കൂടെ ശരിക്കുള്ള കണക്കിൽ 2 അടി മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് കാല് പുറകോട്ട് വെച്ചാ അതൊരു നാണക്കേടാ. ഇതാണ് ഗുലാബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതെ സാർ, കല്യാണത്തിലുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുതരാം. പെണ്ണുങ്ങൾക്ക് പൊളിറ്റിക്സിൽ യാതൊരു സ്ഥാനമില്ലല്ലോ. അതുപോലെ തന്നെ ജനങ്ങൾക്കും ഇക്കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ലല്ലോ. പാർട്ടിയുടെ മാനം ഇന്ന് പെരുവഴിയില്ല. സ്വന്തം പേരിലൊരു ഭൂമിയുമില്ല, പേരിൽ യാതൊരു യുദ്ധവുമില്ല. പക്ഷെ അവനെ ഇങ്ങനെ നമ്മൾ സമാധാനമായിട്ട് വിടാൻ പാടില്ല. നിങ്ങളതോർത്ത് വിഷമിക്കേണ്ട ബ്രദർ. പാർട്ടിയുടെ മാനം ഞാൻ നോക്കിക്കോളാം. എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, തരൂ, അവരെ എങ്ങനെയാണല്ലോ ഇവിടുന്ന് കെട്ടിക്കണം. ഒരു പക്ഷെ അവർ നീന്താൻ ശ്രമിച്ച വെള്ളത്തിന്റെ അളവ് കൂട്ടി മുക്കിക്കളയണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ബ്രദർ. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തോളാം. മൃഗമായിരുന്നാൽ വേട്ടയാടപ്പെടുക തന്നെ ചെയ്യും. അതെന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം. അസ്സലാമു അലൈക്കും.